വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. ലവ്ലി ഷൗട്ട്സിൻ്റെ പുതിയ ഒരു LP UP LDC മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2023 നടന്ന ഒരു +2 ലെവൽ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ്യ ലക്ഷ്യം എന്ത്? ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മാതൃമരണനിരക്ക് കുറക്കൽ. മാതൃമരണനിരക്ക് കുറക്കലാണ് ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം. മാതൃമരണനിരക്ക് കുറക്കൽ ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യമാണ് മാതൃമരണനിരക്ക് കുറക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ആണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 11.2 km/s. 11.2 km/s ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ബി ആണ് ആൻസർ. പാസ്കൽസ് നിയമം. പാസ്കൽസ് നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വമാണ് പാസ്കൽസ് നിയമം. പാസ്കൽസ് നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ 2022 ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തതാര്? താഴെ തന്നിരിക്കുന്നവയിൽ 2022 ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തതാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കാരലിൻ ബെർട്ടോസി. 2022 ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തതാണ് കാരലിൻ ബെർട്ടോസി. കാരലിൻ ബെർട്ടോസിയാണ് 2022 ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തത്. 2023 ഭൗതികശാസ്ത്ര നോബൽ ജേതാക്കൾ നോക്കാം. ആൻ എൽ ഹള്ളിയർ, പിയറി അഗോസ്റ്റിനി, ഫെറങ്ക് ക്രൗസെക്, അതേപോലെ തന്നെ പിയറി അഗോസ്റ്റിനി, ആൻ എൽ ഹള്ളിയർ. ഇവരാണ് 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ ജേതാവ് നേടിയവർ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 2022 ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തതാണ് കാരലിൻ ബെർട്ടോസിയാണ് 2022 ഭൗതികശാസ്ത്ര നോബൽ ജേതാവ് അല്ലാത്തത്. നമ്മളിപ്പോൾ പറഞ്ഞത് 2023 ഭൗതികശാസ്ത്ര നോബൽ ജേതാക്കളാണ്. അതായത് ആൻ എൽ ഹള്ളിയർ, പിയറി അഗോസ്റ്റിനി, ഫെറങ്ക് ക്രൗസെക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം ആയിട്ടുള്ളത് ഏത്? താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റം ആയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഐസ് ഉരുകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. താഴെ പറയുന്നതിലെ ഭൗതിക മാറ്റമാണ് ഐസ് ഉരുകുന്നത്. ഐസ് ഉരുകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ pH ആകാൻ സാധ്യതയുള്ളത്? സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ pH ആകാൻ സാധ്യതയുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 5 മുതൽ 5.5 വരെ. 5 മുതൽ 5.5 വരെയാണ് സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ
pH ആകാൻ സാധ്യതയുള്ളത്. 5 to 5.5 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് CMET, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവർ കൂടി ചേർന്ന് ഏത് പദാർത്ഥത്തിൻ്റെ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കാനാണ് 2022 ധാരണാപത്രം ഒപ്പുവെച്ചത്? സിമെറ്റ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവർ കൂടി ചേർന്ന് ഏത് പദാർത്ഥത്തിൻ്റെ ഗവേഷണ കേന്ദ്രമാണ് കേരളത്തിൽ സ്ഥാപിക്കാനായി 2022 ധാരണാപത്രം ഒപ്പുവെച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗ്രാഫീൻ. ഗ്രാഫീനിൻ്റെ ഗവേഷണ കേന്ദ്രമാണ് കേരളത്തിൽ തുടങ്ങാൻ 2022 ധാരണാപത്രം ഒപ്പുവെച്ചത്. ആൻസർ ഓപ്ഷൻ ബി ഗ്രാഫീൻ. ആനന്ദി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ആനന്ദി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പി സച്ചിദാനന്ദൻ. പി സച്ചിദാനന്ദനാണ് ആനന്ദി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. പി സച്ചിദാനന്ദൻ ആനന്ദി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാര്? കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാര്? ആൻസർ ബോധേശ്വരൻ. ബോധേശ്വരനാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത്. ബോധേശ്വരൻ. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്? ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹോക്കി. ഹോക്കി മത്സരത്തിന് നൽകുന്ന കപ്പാണ് ബാറ്റൺ കപ്പ്. ബാറ്റൺ കപ്പ് ഹോക്കി കായിക വിനോദവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ട്രോഫിയാണ്. ബാറ്റൺ കപ്പ് ഹോക്കി. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വയലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആര്? കാച്ചിക്കുറുക്കിയ കവിത എന്ന് വയലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് MN വിജയൻ. MN വിജയനാണ് വയലോപ്പിള്ളി കവിതകളെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിച്ചത്. MN വിജയൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് MN വിജയൻ. 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത്? 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മീശ. മീശ എന്ന കൃതിക്കാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. മീശ. മീശ എഴുതിയത് S. ഹരീഷാണ്. S. ഹരീഷിൻ്റെ ആദ്യത്തെ നോവലാണ് മീശ. S. ഹരീഷ്. 2022 വയലാർ അവാർഡിന് അർഹമായ കൃതിയാണ് മീശ. മീശ എഴുതിയിരിക്കുന്നത് S. ഹരീഷാണ്. 2023 വയലാർ അവാർഡിന് അർഹമായ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം. 2023 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അതിനാണ്. ജീവിതം ഒരു പെൻഡുലത്തിനാണ്. 2022 മീശ. മീശ എഴുതിയിരിക്കുന്നത് S. ഹരീഷാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ GK ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു.